ശ്രമങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത്, ഞാൻ സ്റ്റേജിൽ ഭയങ്കര കോമഡി കാണിക്കും, സ്റ്റേജിൽ സ്കിറ്റൊക്കെ ഗംഭീരമായിട്ട് ചെയ്യും. ഇപ്പം ഞാൻ ആ കാലത്ത് ഓർത്തു ആരെങ്കിലുമൊക്കെ വിളിക്കും, എന്നിട്ടൊരു വേഷം തരും എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലമാണ്. പക്ഷെ അതൊന്നുമല്ല. അന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല കലാകാരന്മാർ, അവർ ഇന്ന് നല്ല മെയിൻ നടന്മാരൊക്കെ ആണെങ്കിലും അവരന്ന് ഈ സ്കിറ്റ് അവതരിപ്പിക്കുമ്പോഴും, സ്കിറ്റിൽ ചിലപ്പോൾ ഒരു പേപ്പറെ കൊണ്ട് തന്നെ വേഷമൊക്കെ ആയിരിക്കും, എങ്കിലും അവരെന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു. എടാ നീ ഇന്നലെ എന്ത് എടാ നീ ഞാൻ വരില്ല, ഞാൻ സിബി മലി സാറിനെ കാണാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോവാം, നീ ഇന്നലെ വരാത്ത എന്താ, ഇന്നലെ ഞാൻ അവിടെ തെങ്കാശിയിലോ ഷൂട്ട് വരണം, ഒന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പോയി. ഈ ശ്രമം നടത്തിയിട്ടുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കളും ഇന്ന് സിനിമാ താരങ്ങളാണ്. സലിംകുമാർ, ഞങ്ങളൊക്കെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അന്നും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി നടക്കാറുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമാശ പറയണ്ടല്ലോ, സ്റ്റേജിൽ നല്ല കോമഡി കളിക്കണ്ടല്ലോ, എന്നെ സിനിമയിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒരു മനുഷ്യനും കൊണ്ടുപോകില്ല. നമ്മൾ ശ്രമിക്കുക, സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യം എവിടെയെങ്കിലും ഒരു സിനിമാ നടനായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ശ്രമങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും സ്റ്റേജിനെ സ്നേഹിച്ചു. സ്റ്റേജിനെ സ്നേഹിക്കാൻ കാര്യം, വരുമാനം, ജീവിതം എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ്. അപ്പോൾ ഈ സ്റ്റേജ് വിട്ട് നമുക്ക് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10 ദിവസം 15 ദിവസം എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് ചെല്ലേണ്ടി വരും. അന്നേരം ഈ സ്റ്റേജ് പരിപാടികളെല്ലാം മുടങ്ങിപ്പോകും, നമ്മുടെ വരുമാനം നിന്നു പോകും. അപ്പം അതുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഈ സ്റ്റേജിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. ഇനിയിപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കണം. അല്ല, അന്ന് ആ സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്തും ആളുകൾ ചോദിക്കുന്നില്ലേ മനോജ്, ഈ സിനിമ നോക്കണ്ടേ? അങ്ങനെ ഇഷ്ടം പോലെ. ഈ ബഡായി ബംഗ്ലാവിൽ മമ്മൂക്ക ഒഴിച്ച് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ നടന്മാരും 5 വർഷം ഉണ്ടായിരുന്നു ബഡായി ബംഗ്ലാവിൽ. അപ്പം മിക്ക ആർട്ടിസ്റ്റുകളും കാണും, പറയുമ്പോൾ എന്താ സിനിമയിലൊക്കെ നോക്കാത്ത, ഞാൻ പറയും നോക്കണം എന്ന് പറയും. കാരണം അഭിനയിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല, പക്ഷെ നമുക്ക് ആ എന്താ പറയണേ, ഒന്ന് ചാൻസ് ചോദിക്കാൻ അറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവർ എന്താ തരുമോ, ഇനി എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. കാരണം ചോദിക്കാറില്ല. അതാണ് ശരിക്കും സംഭവിച്ചത്. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സിനിമയിൽ അഭിനയിക്കണം അതിയായ ആഗ്രഹമുണ്ട്. ഇനി ശ്രമിക്കണം. ഈ കലാഭവൻ ചേട്ടൻ്റെ കൂടെയും കുറേ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് മനസ്സിലുണ്ട്. ആഴക്കടൽ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ റോളുകളുടെ ഒരു റോളാണ്, അതായത് കലാഭവൻ ചേട്ടൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും ആ സിനിമയുടെ. അദ്ദേഹം എപ്പോഴെങ്കിലും നീ സ്റ്റേജ് അല്ലാതെ സിനിമ ചെയ്യണം അങ്ങനെയുള്ള ഉപദേശങ്ങൾ തന്നിരുന്നു? അദ്ദേഹമായിട്ടുള്ള സൗഹൃദം ഏത്? മണിച്ചേട്ടനായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ മണിച്ചേട്ടൻ ആർട്ടിസ്റ്റായിരുന്നു. ഓക്കെ. അപ്പോൾ കൊച്ചിൻ ഗിന്നസിൻ്റെ വണ്ടി ഈ ചാലക്കുടിയിൽ വെച്ച് ആക്സിഡൻ്റായി, അതിൽ ഡ്രൈവർ മരണപ്പെട്ടു പോയി. കൊച്ചിൻ ഗിന്നസിൻ്റെ ട്രൂപ്പ് ഏകദേശം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് KS പ്രസാദേട്ടൻ എന്നെ കൊച്ചിൻ ഗിന്നസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ കൂടെ ഞാനും ആ ട്രൂപ്പിലുണ്ട്. മണിച്ചേട്ടൻ ഒരു ഐറ്റം കളിക്കുമ്പോൾ അടുത്ത സ്കിറ്റ് എൻ്റെ സ്കിറ്റാണ്. അപ്പോൾ അങ്ങനെ മത്സരിച്ച് പ്രോഗ്രാം ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മാസത്തോളം കൊണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ ആ ട്രൂപ്പിലുണ്ട്. ആ സമയത്താണ് വിനോദശാലയിൽ മണിച്ചേട്ടൻ അഭിനയിക്കുന്നത്. വിനോദശാലയിൽ സീരിയലാണത്, കോമഡി ദൂരദർശൻ്റെ. അതിനുശേഷം സല്ലാപം സിനിമ തുടങ്ങുന്നത് ആ ട്രൂപ്പിൽ തന്നെ ഉള്ളപ്പോഴാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മണിച്ചേട്ടൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് അടുത്ത കൊമേഡിയനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു. അത്ര നല്ല സൗഹൃദമാണ് മണിച്ചേട്ടനായിട്ടുണ്ടായിരുന്നത്. പിന്നെ മണിച്ചേട്ടനെ ട്രൂപ്പിൽ സിനിമയിലേക്ക് തിരക്കായി, കുറച്ച് ഷോസൊക്കെ പുറത്തും ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ മണിച്ചേട്ടനായിട്ട് നല്ല സൗഹൃദമായിരുന്നു. ഈ അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അടുത്ത കൊമേഡിയൻ നീയാണ് എന്നുള്ള സ്റ്റേജിൽ പറയും. അപ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് നീ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യണം, ഞാൻ അപ്പുറത്ത് ട്രൈ ചെയ്ത പോലെ നീ ചെയ്യണം, അങ്ങനത്തെ ഉപദേശങ്ങൾ ആ സൗഹൃദത്തിലുണ്ടായിരുന്നു? അങ്ങനെ ഉപദേശങ്ങളില്ല. പൊതുവെ മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരുപാട് സീനിയറായിട്ടുള്ളവരും കൂടെ ഉള്ളവരുമൊക്കെ പലരും സിനിമാ നടന്മാരായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവർ വേറൊരു പ്രൊഫൈലിലേക്ക് മാറുവാണ്. അവർ പെട്ടെന്ന് വേറൊരു ട്രാക്കിലേക്ക് മാറുകയാണ്. ഒരുമിച്ച് ഈ എഴുത്തുകാരുണ്ട്, പലരും സിനിമ ചെയ്തിട്ടുണ്ട്, എത്രയോ മിമിക്രിക്കാർ സിനിമ ചെയ്യുന്നു. ഇന്ന് വരെ ഒരാളുടെ സിനിമയിൽ അഭിനയിക്കാൻ എടാ നീ വാ എന്ന് എന്നെ വിളിച്ചിട്ടില്ല. അതൊരു പരാതിയല്ല, അവർക്ക് ചിലപ്പോൾ അവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ നമ്മളെന്തോ ഇനി അവരുമായിട്ട് മിണ്ടണ്ട എന്നുള്ളൊരു ടൈപ്പിലേക്ക് മാറുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പലരും കണ്ടിട്ടുണ്ട്. ഈ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ അങ്ങനെ അത്രയും വലിയൊരു വലുപ്പത്തിലേക്ക് പോകുമ്പോഴേ
അവരത് നോക്കുമ്പോൾ അഭിമാനമാണോ തോന്നുന്നത്, അതോ എന്നെയും കൂടി ചേർക്കാൻ ഇവരെന്നുള്ള ഒരു വേദന തോന്നാറുണ്ടോ? അവർ ചെയ്യുന്ന പടങ്ങളിലൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ നമുക്കും പറ്റുമായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പൊതുവെ മ്യൂക്രിക്കാരെന്ന് വെച്ചാൽ എല്ലാവരും സാധാരണക്കാരാണല്ലോ. ഞാൻ മനസ്സിലാക്കിയൊരു ഇതാണ് ചിന്ത, എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ ട്രൂപ്പിൽ കളിച്ച് നടക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ഈഗോസ് ഉണ്ടാവാം. ഞാൻ വളർന്നു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ അത് കാണിക്കാം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കുഞ്ഞുനാളിലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒക്കെ അത് ഇങ്ങനെ വരുമ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അത് ഇതിലൂടെ പ്രതിഫലിപ്പിച്ച് കാണിക്കുക, അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഈ സ്റ്റേജിലേക്കുള്ള ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം ശ്രദ്ധിക്കാതെയും പോകും. കൂടുതൽ സ്റ്റേജിനോടാണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് സ്റ്റേജാണ്. സിനിമാ നടനായി മാറിയാലാണ് ഒരു വലിയ പേയ്മെൻറ്റിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അതുവരെ ഇന്നും പലരും സിനിമാ നടനായെങ്കിലും അവസ്ഥ വളരെ മോശത്തിൽ നിൽക്കുന്നവരുണ്ട്. എല്ലാവരും പൈസക്കാരാവുന്നില്ല. ചിലവർ സിനിമയിൽ കണ്ടുവെങ്കിലും അവൻ്റെ അവസ്ഥ ഭയങ്കര. ഈ ഓട്ടം തുള്ളൽ പഠിക്കാതെയാണ് ഓട്ടം തുള്ളൽ സ്കിറ്റ് ചെയ്യുന്നത്. അതെ, ഓട്ടം തുള്ളൽ പൊതുവെ എല്ലാ കലാരൂപങ്ങളെയും വീക്ഷിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ താളവും അതിൻ്റെ റൂട്ടും ഒക്കെ അറിയാം. ചാക്യാർ കൂത്ത് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് വീഡിയോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളൂ. ഞാൻ ഗൾഫിലൊരു പ്രോഗ്രാമിൻ്റെ അവതാരകനായിട്ട് ആദ്യകാലത്ത്, ഇപ്പോൾ ചാക്യാർ കൂത്ത് കുറേ ഉണ്ടെങ്കിലും അന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ലൊക്കേഷൻ ഈ ചാക്യാരിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഓട്ടംതുള്ളൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു റൂട്ടും ഒരു സ്റ്റൈലും ഒക്കെ അറിയാം, പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ നിങ്ങളെല്ലാവരും കറക്റ്റ് ഓട്ടം തുള്ളലിൻ്റെ സെറ്റിംഗ് പോലെ ഉണ്ട്. അത് വിളക്ക് കത്തിച്ച് രണ്ട് സൈഡിൽ രണ്ട് ആൾക്കാർ നിന്ന് അതേ കോസ്റ്റ്യൂമിൽ അതേ മേക്കപ്പോട് കൂടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ഓട്ടം തുള്ളൽ പഠിക്കാതെ അതിന് വേണ്ടിയിട്ട് ഗുരുവിദ്യാഭ്യാസം ചെയ്യാതെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ആളുകൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? കലാമണ്ഡലം പ്രഭാകരൻ മാഷിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ദക്ഷിണ വെച്ചിട്ടാണ് ആ കിരീടമൊക്കെ വാങ്ങിച്ചത്. ഓക്കെ. അപ്പോൾ മാഷിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഇതിൻ്റെ ഒരു താളവും ഒരു ഈണവും ഒക്കെ അറിയാവുന്നതുകൊണ്ടും, പിന്നെ ഇത് സംസ്കൃത അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള വാക്കുകളെല്ലാം ഒഴിവാക്കി സാധാ വാക്കുകളാക്കി. നടിയോ ഗ്രഹിണി പിടിച്ചൊരു ചെക്കന് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ, അച്ഛന് മെഡിസിൻ വാങ്ങാൻ വെച്ചൊരു കാശ്, പുത്തൻ കളസം ഇങ്ങനെ കീറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ നാടൻ വാക്കുകൾ വന്നപ്പോൾ ആളുകൾക്ക് അതങ്ങോട്ട് ഇഷ്ടമായി, ഹരമായിരുന്നു. പിന്നെ അന്ന് ലൈവാണ് ഒന്നിടപെട്ടെ എന്നാ ഓട്ടംതുള്ളലിനോട് കാണിക്കേണ്ട എല്ലാ ബഹുമാനവും നിങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നാരായണ, അത് പാടിയിട്ട് തന്നെയാണ് അത് തുടങ്ങിയത്. അന്ന് ഇത് ഏകദേശം 20 മിനിറ്റ് ഉണ്ട് ഈ ഓട്ടംതുള്ളൽ. ഈ 20 മിനിറ്റും ഞാൻ പഠിച്ചാണ് പെർഫോം ചെയ്യണത്. അപ്പോൾ എനിക്ക് ഈ 20 മിനിറ്റ് ഇത് പാടണമല്ലോ. ഒരു വരി മാറിയാൽ ഒരു കഥാപാത്രത്തിൻ്റെ വരവും മുടങ്ങും, അതിൻ്റെ റൂട്ട് തെറ്റിപ്പോവും. അപ്പോൾ അബുദാബിയിലാണെന്ന് തോന്നുന്നു ഒരു ഓപ്പൺ എയർ സ്റ്റേജിൽ ഞാനിങ്ങനെ ഇത് അവതരിപ്പിക്കാൻ. അപ്പോൾ എനിക്ക് സംശയം, കാരണം ഈ 20 മിനിറ്റ് ഇത് എവിടെയെങ്കിലും വിട്ടുപോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറിൽ വലിയ അക്ഷരത്തിൽ എഴുതി ഈ ഷോ തുടങ്ങാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചു. പ്രോഗ്രാം തുടങ്ങി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് ചുമ്മാ വീശ ഇതെല്ലാം കിടക്കാൻ പറന്നുപോയി. ഇങ്ങനെ നോക്കാൻ പറ്റണില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ഓർമ്മ വെച്ച് ഞാനത് പെർഫോം ചെയ്തിരുന്നു. അന്ന് ആ ഓട്ടംതുള്ളലിനകത്തെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗൾഫിലേക്ക് ജോലിക്ക് വരുന്ന ഒരുത്തൻ അവിടെ സ്റ്റേജിലേക്ക് വരുന്ന ഒരു നടിയെ കാണുന്നു, അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നു, അയാളുടെ പണം മൊത്തം നഷ്ടമാവുന്നു. അതൊക്കെ ശരിക്കും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആണോ? അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് ഗൾഫിൽ ആദ്യകാലത്ത്. ഇന്നില്ല. അന്നൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ സ്വർണ്ണമാലയൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. ആർട്ടിസ്റ്റുകളെ കാണാൻ ഒരുപാട് ആളുകൾ ഹോട്ടലിൻ്റെ മുമ്പിൽ, അവരുടെ ആ ഷോയ്ക്ക് പോകാനായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബസ്സിലേക്ക് കയറുന്ന ആ ടൈമിൽ ഇത് കാണാനുള്ള ജനങ്ങളുടെ തിരക്ക് ഭയങ്കരമായിരുന്നു. ഇന്നില്ല, ഇന്നതൊക്കെ പോയി. കൂടുതൽ നടിമാർക്കാണ് വളകളും മലകളൊക്കെ കിട്ടാറ്, ആണുങ്ങൾക്കൊന്നും ഒന്നും കിട്ടാറില്ല, സോപ്പ് പോലും കിട്ടില്ല. മനോജേട്ടൻ അങ്ങനെ ഒരു ഭയങ്കര ഫാൻ മൊമെൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടോ ഗൾഫിലോ നാട്ടിലോ എവിടെയെങ്കിലും വെച്ചിട്ട്? അതായത് കുറേ ആളുകൾ വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ചിരിപ്പിച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്. വന്ന് ഒരുപാട് പേര്, ചില അമ്മമാരൊക്കെ വന്ന് കൈ പിടിച്ചിട്ട് മോനെ എന്ന് പറഞ്ഞ് പിടിക്കുമ്പോൾ അതായത് അവരുടെ വീട്ടിലെ ഏതോ ഒരു അംഗത്തെ പോലെ അവർ എന്നോട് പെരുമാറാറുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയും, നല്ല തമാശയാണ്, നല്ല പെർഫോമൻസാണ് എന്നൊക്കെ പറയാറുണ്ട്. ഗൾഫിൽ ഞാൻ ആദ്യം പോയത് അങ്ങോട്ട് 18 വയസ്സിലാണ്. 18 വയസ്സിൽ 18 വയസ്സിൽ ഞാൻ അന്ന് KP ഉമ്മർ സാറ്, മാമുക്കോയ,
ചിത്ര, ഇവരുടെയൊക്കെ കൂടെയാണ്, ജോസ് പല്ലിശ്ശേരി സാർ, ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യം പോയത്. അന്ന് എന്നെ കൊണ്ടുപോയത് മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞാൽ മമ്മിക്കാണ് എന്നെ കൊണ്ടുപോയത്. അന്ന് ഞാൻ മമ്മിക്കയുടെ ട്രൂപ്പിൽ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ മെയിനായിട്ട് കൊണ്ടുപോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീട് ഈ സ്കിറ്റുകൾ, അന്ന് ഞാൻ സ്റ്റേജിൽ കസർണ സ്കിറ്റുകൾ മാമുക്കോയെയും ജോസ് പല്ലിശ്ശേരിനെയൊക്കെ പഠിപ്പിക്കാനും അവരെ നിർത്താൻ വേണ്ടി എന്നെ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നു. അപ്പം ഞാനും നടൻ സുധീഷ് ഒരു റൂമിലാണ് കിടക്കണേ. സുധീഷ് അന്ന് മണിച്ചിത്ര താഴെ കയറിയ സമയം ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ സുധീഷ് അപ്പുറത്തെ ബെഡിൽ ഞാനിപ്പുറേ ഇങ്ങനെ കിടക്കും. അപ്പോൾ വളരെ മെലിഞ്ഞൊരാൾ. അപ്പോൾ എന്ന് സുധീഷിനെ കാണാൻ ആളുകൾ വരും. സുധീഷിനെ കാണാൻ വരുമ്പോൾ സുധീഷ് ചാടി എണീക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്തൊരു പുതപ്പിൽ ഇങ്ങനെ കിടക്കണ്ടാവും. എന്നിങ്ങനെ ഒന്ന് നോക്കും. എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് സുധീഷിനെ കൂട്ടി പോവും. എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല. സുധീഷ് പോയിട്ട് വരുമ്പോൾ 1-2 ബാഗ് ഒക്കെ ആയിട്ട് സുധീഷ് വരും. എനിക്ക് 20 ദിവസമായിട്ട് ഒരു മിഠായി പോലും ആരും തരണില്ല. അപ്പോൾ എന്നെ അറിയില്ലല്ലോ, ഞാൻ മിമിക്രിക്കാരനല്ലേ. ഇനി വല്ല സെറ്റ് കെട്ടാൻ വന്നാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. സ്റ്റേജിലാണെങ്കിൽ അധികം പെർഫോം ചെയ്യണമില്ല, കാരണം എൻ്റെ ഐറ്റമൊക്കെ നമുക്ക് ഇവരൊക്കെ പഠിപ്പിച്ച് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെ സുധീഷ് എന്നും പോകും. തിരിച്ചു വരുമ്പോൾ ബാഗ് പെട്ടി ഒക്കെ. എനിക്ക് തിരിച്ചു വരുന്നതിൻ്റെ തലേദിവസം പോലും ഒന്നും കിട്ടിയിട്ടില്ല. ഞാനും അങ്ങനെ ഇവൻ ഇത് കൊണ്ടുവരും. അവസാനം ഇവൻ എല്ലാം പാക്ക് ചെയ്യും. അപ്പം ഞാൻ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. പാക്ക് ചെയ്തിട്ട് ഇവൻ ഈ ബാഗ് നിറഞ്ഞിട്ട് ഇത് വെക്കാൻ പറ്റണില്ല. അങ്ങനെ സുധീഷ് ഈ പാറ്റയ്ക്കടിക്കണ സാധനമില്ലേ, ഹിറ്റ് പോലുള്ള സാധനങ്ങൾ, അന്ന് നമ്മുടെ ഇവിടെ പാറ്റ ഗുളികയുള്ളൂ, ഇത് വന്നിട്ടില്ല. ഇതൊക്കെ ഇവൻ മാറ്റിയിടുക. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാനെടുക്കുക വാരിപ്പിറക്കി. അല്ല, അങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ തോന്നിയ സമയങ്ങളാണ്. കാരണം ഒന്നും അല്ലാതെ പോയാലുള്ളൊരു അവസ്ഥയെ ഭയങ്കര, ആരും മൈൻഡും ചെയ്യില്ല, ഒരു മിഠായി പോലും നമുക്ക് തരില്ല.